ഗൈസ് ജോഫോട്ടെക്കിന്റെ പുതിയ വീട്ടിൽ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപാട് ഉപകാരപ്പെടുന്ന എന്നാൽ ഫേസ്ലെസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ₹1 പോലും ചിലവില്ലാതെ ₹1 പോലും മുടക്കില്ല നല്ല അടിപൊളിയായിട്ടുള്ള AI വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് യൂട്യൂബ് ചാനലും നമുക്ക് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ്. കൂടുതൽ ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് ഞാൻ ഇന്നലത്തെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫേസ്ലെസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വെറുപ്പിച്ചുകൊണ്ട് പോകുന്നില്ല, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം സിമ്പിളായിട്ട്. ഓക്കെ, നമുക്ക് ChatGPT-നകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തമ്പനയിൽ ക്രിയേറ്റ് ആക്കുന്ന വീഡിയോ ചെയ്യായിരുന്നു. ChatGPT-നകത്ത് എങ്ങനെയാണ് നമ്മളൊരു പിക്ചർ എഡിറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. എങ്ങനെയാണ് ആ ഒരു ChatGPT-നകത്ത് നമുക്ക് ഒരു പിക്ചർ ക്രിയേറ്റ് ആക്കി നമ്മുടേതായ രീതി ക്രിയേറ്റ് ആക്കി എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഒരു പിക്ചർ ക്രിയേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ക്രിയേറ്റ് ആക്കാം. ആദ്യം ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ആക്കിയ ഒരു വീഡിയോ ആണ്, ഒരു തമാശയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ആക്കിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് കാണുക കേട്ടോ. കണ്ടതിന് ശേഷം നമുക്ക് നമ്മളെങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ആക്കുന്നതെന്നുള്ള സ്ക്രീൻ റെക്കോർഡ് സഹിതം കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ചേട്ടന് എനിക്ക് കിട്ടിയത് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തോ പുണ്യം കൊണ്ടാണ്. ദൈവമേ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു? അമ്പട കള്ള, ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നിനക്കൊരു ശല്യാന്നല്ലേ? അയ്യോടി, ഒരു തമാശ പറയാനും സമ്മതിക്കില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, എന്റെ ചേട്ടായിക്ക് ഞാൻ ജീവനാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെയും വൈഫിൻ്റെ ഒരു AI പിക്ചറാണ്. AI പിക്ചർ വെച്ചിട്ട് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് ആക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ഫോട്ടോ അല്ലാതെ തന്നെ നമുക്ക് ChatGPT ഉപയോഗിച്ചിട്ട് ഒരു ഫോട്ടോ ക്രിയേറ്റ് ആക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, തമ്പനയിൽ ക്രിയേറ്റ് ആക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT-നകത്ത് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ നമുക്ക് ക്രിയേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളി AI വീഡിയോ നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ വെച്ചാൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ YT ക്രിയേറ്റ് യൂട്യൂബ് ക്രിയേറ്റ് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിനകത്താണ് YT ക്രിയേറ്റ് എന്നാണ്. നിങ്ങൾ പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്താൽ മതി, വേറെ അവിടെ സെർച്ച് ചെയ്യണ്ട. പ്ലേ സ്റ്റോർ കയറിയിട്ട് YT ക്രിയേറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ഐഫോണിലാണെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റ് ആപ്ലിക്കേഷൻ ആണ്, യൂട്യൂബ് ക്രിയേറ്റ് ആണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ആക്കാൻ പോവാണ്. യൂട്യൂബ് ക്രിയേറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ അതുപോലെ ജസ്റ്റ് ഓപ്പൺ ആക്കുവാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് കുട്ടികളുടെ ഫോട്ടോസ് കാര്യങ്ങൾ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് ക്രിയേറ്റ് ആയി കിട്ടണമെന്നില്ല. ഇതുപോലൊരു പേജ് വരും. ഇവിടെ നമ്മൾ ജനറേറ്റ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് ഇതുപോലൊരു പേജ് നമുക്ക് കിട്ടും. ഇവിടെ വീഡിയോ ജനറേഷൻ എന്ന് പറഞ്ഞൊരു പേജാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്കിവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ, അതിപ്പം ആരുടെയാണോ ഫോട്ടോ ഉള്ളത് ജസ്റ്റ് ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഞാൻ എൻ്റെ തന്നെ ഫോട്ടോ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഞാനത് കൊടുക്കുവാണ്. ഡണ്ണടിക്കും, ഞാനും വൈഫ് എന്നുള്ള ഫോട്ടോയാണ്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് എന്താണോ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാനുള്ളത് നമ്മൾ ജസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഞാനും വൈഫും തമ്മിലുള്ള സംഭാഷണമാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് എഴുതി കംപ്ലീറ്റ് ആക്കട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഞാനത് അവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഞാൻ ജസ്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ, കാണിച്ചു തരാം. ഇവിടെ ഗേൾ പറയണം, നമ്മളെങ്ങനെ എത്ര അട്രാക്റ്റീവായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക അതിനനുസരിച്ചുള്ള വീഡിയോ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പെൺകുട്ടി പറയണം, ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് എന്ത് കൊണ്ടുവരും? അപ്പോൾ ബോയ്, അതായത് ഞാൻ പറയുന്നു ഇന്നലത്തെ പോലെ നല്ല ചിക്കൻ ബിരിയാണി കൊണ്ടുതരാം. ഓക്കെ, എന്നിട്ട് രണ്ടുപേരും ചിരിക്കുന്നു. ഇത്രയാണ് ഞാൻ പ്രോംപ്റ്റ് കൊടുക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും പ്രോംപ്റ്റ് കൊടുക്കാം. ഒരു 15 സെക്കൻഡൊക്കെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ആയി കിട്ടും. അപ്പോൾ അടുത്ത ഒരു സീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സീനിന് വേണ്ടി വേറെ ക്രിയേറ്റ് ആയിട്ട് നമുക്ക് VN ആപ്ലിക്കേഷനൊക്കെ വെച്ചാൽ നമുക്ക് രണ്ടാമത് ലിങ്ക് ചെയ്ത് പോകും. അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ആക്കാം. അപ്പം കുറച്ച് ലെങ്തുള്ള വീഡിയോസൊക്കെ നമുക്ക് ഒരു 10-15 കട്ടിംഗ് ഒക്കെ ഇതേപോലെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലെങ്തുള്ള അടിപൊളി വീഡിയോ ക്രിയേറ്റ് ആക്കി എടുക്കാനാവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ ഈ പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം വലത്തോട്ടുള്ള ആരോ മാർക്ക് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ കാണാം, ഇത് വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ ഗൂഗിളിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ട് വയലേഷൻ ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, വയലേഷൻ ഇല്ലാത്ത കാര്യത്തിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു പ്രോംപ്റ്റ് അക്സെപ്റ്റ് ആവുള്ളൂ. നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനറേറ്റ് ആയി കിട്ടത്തുള്ളൂ. പിന്നെ കുട്ടികളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ജനറേറ്റ് ആയി കിട്ടണമെന്നില്ല. ഞാനിപ്പം ശ്രമിച്ച് നോക്കിയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ല രീതിയിലുള്ള കുക്കിംഗ് വീഡിയോസും പിന്നെ അതുപോലെ തന്നെയുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആക്കാനാവും. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ക്രിയേറ്റ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ ഓൺ വോയിസ്, ഞാനൊരു യൂട്യൂബ് ടെക്ക് ചെയ്യുന്ന ആളാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ മോണിറ്റൈസേഷൻ ചെറിയൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ക്രിയേറ്റ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓൺ വോയിസ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പം മോണിറ്റൈസേഷൻ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ആയി വരാൻ ആയിട്ടുണ്ട്.
സിമ്പിളായിട്ട് ക്രിയേറ്റ് ആയി കിട്ടി. ഓക്കെ, ജോലി കഴിഞ്ഞ് വരുമ്പോ എനിക്ക് എന്ത് കൊണ്ടുവരും? ഇന്നലത്തെ പോലെ നല്ല ചിക്കൻ ബിരിയാണി കൊണ്ടുവരാം. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമുക്ക് ക്രിയേറ്റ് ആക്കി കിട്ടുന്നത്. പിന്നെ ഇതിനൊരു ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ ഈ എഴുതുന്ന സമയത്ത് നമുക്ക് രണ്ട് സൈഡിൽ, അതായത് നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലും നമുക്കൊരു എന്താ പറയുക, അതിന് പറയാം കോമ, ഡബിൾ കോമ വരത്തില്ല, അതിൻ്റെ പേരും കറക്റ്റ് എനിക്കറിയത്തില്ല. തുടക്കത്തിലും അവസാനത്തിലും നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും രണ്ട് കോമ വെച്ചുള്ള സംഭവം അപ്പുറം കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് ആ സംസാരം വരും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അത് നമ്മൾ സീനറിയിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് കോമ രണ്ട് സൈഡിലും കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതാ കറക്റ്റായിട്ട് നമുക്ക് ആ സംസാരം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിപ്പോവും. അപ്പോൾ ഗൈസ് ഇത് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ടൊക്കെ എടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗാലറിയിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടി അപ്ലോഡ് യൂട്യൂബ് എന്നാണ് ഓപ്ഷൻ കാണിക്കുന്നത് അല്ലേ, ഇവിടെ കണ്ടില്ല അപ്ലോഡ് യൂട്യൂബ്. അവിടെ അപ്ലോഡ് യൂട്യൂബ് എന്നാണ് ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഐഫോണിലാണെങ്കിൽ വേറെ ഓപ്ഷനാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ പ്രോഗ്രസിങ് ആയി വരും കേട്ടോ. ഇത് പ്രോഗ്രസിങ് കംപ്ലീറ്റ് ആയി കിട്ടും. പ്രോഗ്രസിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നേരെ നമുക്ക് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആയിക്കോളും. അപ്പോൾ ഇതെന്തായാലും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് എനിക്ക് തോന്നി. ഇപ്പം ഈ AI വീഡിയോൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. മൊത്തത്തിൽ നമുക്ക് എന്ത് രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ആക്കാം AI വെച്ചിട്ട്. അപ്പോൾ YT ക്രിയേറ്റ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് സിമ്പിളായിട്ട് AI വീഡിയോ ഒരു പൈസ ചിലവില്ലാണ്ട് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ചെയ്തേക്കോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.